സമരക്കാർക്കിടയിൽ നിന്ന് ഓടിവന്ന് അപ്പനെ കെട്ടിപ്പിടിച്ച് കരയുന്ന കത്രീന എൻ്റെ കുഞ്ഞു പെങ്ങളാണെന്ന് ഞാൻ അറിയുന്നത് അന്നാണ്. ഞാൻ അപ്പനോടൊന്നും ചോദിച്ചില്ല. അവളുടെ കണ്ണീരിന് മുന്നിൽ എനിക്ക് ചോദ്യങ്ങളില്ലായിരുന്നു. സഖാക്കളെ, മലയോര കർഷകന്റെ വിയർപ്പ് വീണ് നനഞ്ഞ ഈ അടിവാരത്തെ മണ്ണിൽ ആദ്യമായി ചെങ്കൊടി കുത്തിയത് സഖാവ് ഫിലിപ്പോസിന്റെ ഈ കരുത്തുറ്റ കൈകൾ കൊണ്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് ഫിലിപ്പോസിനെ നമ്മുടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയി തിരഞ്ഞെടുത്ത വിവരം സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. İnkılap Zindabad! İnkılap Zindabad! അങ്ങോട്ട് പോയി കളിച്ചു പോണേ, അങ്ങോട്ട് പോയി കളിച്ചു. ഇവളുടെ കാര്യം എങ്ങാനും അമ്മച്ചി അറിഞ്ഞ കത്രീനയെക്കുറിച്ചുള്ള സത്യം അറിയുന്നതിന് മുമ്പേ അമ്മച്ചി പോയി. പിന്നാലെ അപ്പനും. മരണം വരുമൊരു നാളോർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മൃതദേഹം പള്ളിയിലേക്ക് എടുക്കുകയാണ്. ഇനി ആരെങ്കിലും കാണാനുണ്ടോ? ഉണ്ട്. കത്രീന, മോളെ മോളിങ്ങോട്ട് വാ. കരയാതെ വാ. ഇവളെ ഇവിടുന്ന് ഇറക്കി വിടുന്നോ അതോ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണോ? അപ്പനും അമ്മയില്ലാത്ത കൊച്ച അതിനെ പെരുവഴി ഇറക്കി വിട്ടാൽ തമ്പരാൻ പൊറുക്കുകയില്ല. അപ്പോ അപ്പൻ നമ്മുടെ അമ്മച്ചിയോട് ചെയ്ത തെറ്റോ അത് പൊറുക്കാൻ പറ്റുന്നതാണോ? ആ പൊറുക്കണ്ട. തെറ്റ് ചെയ്തതിനേക്കാളും വലിയ തെറ്റാ തെറ്റിന് കൂട്ടു നിൽക്കുന്നത്. അതിനിപ്പോ എന്നാ വേണം? വേണ്ട ചായ, ഞാൻ പൊക്കോളാം. എന്റെ പേരും പറഞ്ഞ് നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട. നീ മിണ്ടാരടി. നിങ്ങളൊക്കെ ഈ നിലയ്ക്ക് എത്തിക്കാൻ വേണ്ടി ഞാനും എന്റെ അപ്പനും കൂടെ അടിവാരത്തെ കാട്ടിക്കിടന്ന് കഷ്ടപ്പെട്ടത് 1 2 അല്ല 16 കൊല്ലവാ.
ഞങ്ങൾ രണ്ടുപേരും രാവും പകലും ഉണ്ണാതെ ഉറങ്ങാതെ ഉണ്ടാക്കിയതുകൊണ്ടാ നിനക്കൊക്കെ ഈ സിമ്പിളന്മാര് കെട്ടിയന്മാരെ കിട്ടിയത്. പിന്നൊരു കാര്യം, ഇത് എന്റെ വേർപ്പോടെ കൂടെ ഉണ്ടാക്കിയ വീടാ. ഇവിടെ ആര് നിൽക്കണം പോണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. എന്നാ അലക്സ് ഒരു കാര്യം ചെയ്, നമുക്കുള്ളതെങ്കിൽ വീതം വെച്ച് തന്നേക്ക്. അളിയന്റെ വീട് ഇവിടെ കെട്ടിയപ്പോ തന്നെ തന്നല്ലോ 75 പവൻ. അങ്ങനെ 75-100 രൂപയായിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇനിയും വേണേ തരാം. മരിക്കുന്നതിന് മുമ്പ് അപ്പൻ എഴുതി വെച്ചതാ. 3 പേർക്കും ആവശ്യത്തിനുണ്ട്. ഇതാ, ഇത് എന്റെ പേരിലുണ്ടായിരുന്നു. ഇതും 3 പേരും കൂടെ പങ്കിട്ട് തന്നു. ഇതിനെ ഞാനെടുത്തു. അപ്പന്റെ ജോലിയല്ല. എനിക്കവിടെ നാഴി മണ്ണുണ്ട്. ഞങ്ങൾ അവിടെ കഴിഞ്ഞോളാം. നീ എന്നാ വിഷമിച്ചിരിക്കുന്നത്? അപ്പച്ചനും കൂടെ പോയില്ലേ? ഇനി എനിക്ക് ആരോ ഉള്ളേ? അപ്പൊ പിന്നെ ഞാനാരാ? ഇനി ഞാനാ നിന്റെ അപ്പനും അമ്മച്ചും. കേട്ടോ, ഒന്ന് ഓർത്ത് വിഷമിക്കണ്ട. ഇങ്ങോട്ട് നോക്കിയ ചായനുണ്ടടി കേട്ടോ. പുല്ലാങ്കുന്ന പീലിപ്പോസ് മാത്രമേ പോയിട്ടുള്ളൂ. മകൻ എവിടെ ഉണ്ട്? എൻ്റെ അപ്പം വെച്ചതായി കൊടി. ഈ കൊടിയിലെങ്ങാനും തൊട്ട നിന്റെ ചോര കൊണ്ട് വേറൊരു കൊടി ഞാനിവിടെ നാട്ടും. നിനക്ക് നിന്റെ കൊടി, എനിക്ക് എൻ്റെ കൊടി. അത് മതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിട്ട്. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ അലക്സേ, ചക്ക വെട്ട് തുടങ്ങിയ? ആ, ആദ്യം വെട്ടി ചക്കയാ. അത് പള്ളിക്ക് ഇരിക്കട്ടെ. അത് നന്നായി. വാ. അപ്പോഴേ ഇതെന്തിനാ പള്ളി കൊടുക്കുന്നേ? അതെ, വെഞ്ചിരിക്കാനാ. എൻ്റെ ഓർമ്മയിൽ വേലിപ്പോസ് ചേട്ടൻ മഴ നനയാണ്ടിരിക്കാൻ പോലും ഒന്ന് പള്ളിയുടെ അകത്തേക്ക് കയറിയിട്ടില്ല. കാര്യം പുള്ളിക്കാരന് കർത്താവിനെ വേണ്ടായിരുന്നെങ്കിലും വലിയ നന്മയും സ്നേഹവും ഒക്കെ ഉള്ള ആളായിരുന്നു. എന്നാ ചോടൊരു ഒച്ച. അത് ഫൈനൽ റിഹേഴ്സലാ മാർഗംകളിയുടെ. ആ, പെരുന്നാളിന് ഇത്തവണ ജോറാക്കണം. എന്നാ കാണാം. ചിന്ത തെളിഞ്ഞിത് ചോഴനുമാവാനും തന്നോടെ മന്ദിരിമാരും തെരെ ഇക്കിനി വന്ദിച്ച യോഗമൊരുമ്പിട്ടു ദൈവം തരേണമിതിന്ന് തെരെ. ചിന്ത തെളിഞ്ഞിത് ചോഴനുമാവാനും തന്നോടെ മന്ദിരിമാരും തെരെ ഇക്കിനി വന്ദിച്ച യോഗമൊരുമ്പിട്ടു ദൈവം തരേണമിതിന്ന് തെരെ. ചൊല്ലിയൊരുപ്പ് നടത്തിനു തുമയരുൾ വഴി പോലെ തെരെ. ചൊല്ലിയൊരുപ്പ് നടത്തിനു തുമയരുൾ വഴി പോലെ തെരെ. അതന്നെ മുദ്ര.
നീ എന്നതാടാ ഇവയെ കാണിക്കുന്നത്? ചവിട്ട് നടക്കും. ഏയ് ഇതല്ലേ കുച്ചിപ്പുടി. ഒന്ന് പോടാവേ, ഇതാണ് ഭരതനാട്യം. ഇത് ഭരതനാട്യം ഗിരതനാട്യം ഒന്നുമില്ല. പിന്നെ അല്ലേ, ഇതാണ് മാർഗംകളി. അങ്ങനെയാണെങ്കിൽ മാർഗം കളിക്ക് നമുക്ക് വേറെ പേരിടാം. ഇഷ്ടമില്ല? ഇത് മാർഗംകളിയൊന്നും അല്ല കേട്ടോ, ഇത് മരണക്കളിയാ. ആ വർക്കിച്ചനും പെന്നിച്ചനും കണ്ടാ വെട്ടുപോത്തിനെ പോലെ ഇരിക്കും. അവന്മാരുടെ ഒരേ ഒരു പെങ്ങളാ. നീ അവന്മാരുടെ കൈ പെടാതെ നോക്കണം കേട്ടോ. സഖാവേ, എന്നതാ കൊച്ചിന്റെ പേര്? പേരറിഞ്ഞിട്ട് നിനക്ക് എന്തോണം പോടാണ്. നീ ആ കള്ളെടുത്ത് കുടിക്കും. കൊച്ചിന്റെ പേര് എന്തായിരിക്കും? ആനി എന്തേ എടുത്തേ കപ്പായ ആവണുന്നേ. ആനിയെ ഇങ്ങ് വന്നേ. എടേ, നീ അങ്ങാടി പോകുമ്പോ ഇതും കൂടി കൊടുത്തേക്ക്. എനിക്കൊന്നും പറ്റില്ല. എനിക്ക് വായി നോക്കിയാൽ കണ്ടാ തന്നെ കലി വരും. നീ അവന്റെ വായി നോക്കണ്ടീ. പോയി ചായ. നാക്കിന്റെ പൈസ പോലും കിട്ടൂല. ഇത്രയല്ല കണ്ടോ, 5 ലിറ്ററിന്റെ കാശ 75 രൂപ. അങ്ങാടിയിലേ വേറെ കടകളില്ലാത്തതിന്റെ പൊളപ്പായി ഇവന്. നീനൊക്കെ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ലിറ്ററിന് 1 രൂപ കുറവാ. നിങ്ങളിങ്ങനെ കാശ് കുറച്ച് ഞങ്ങൾ എന്താ ചെയ്യാ? നീ അതങ്ങോട്ട് കാച്ചി കുടിക്കടി, നിന്റെ ശരീരമൊക്കെ അങ്ങോട്ട് കൊഴുക്കട്ടെ. ദേ വായിക്കൊള്ളത്തെ വർത്താനം പറയല്ലേ. ഓ, അവളൊരു പുണ്യാളത്തെ വന്നേക്കണം. നീ എന്തിയോടി നീ ഇതെടുത്ത് നിന്റെ തലയെ കൂടി ഒഴിക്കും. ഒഴിക്കണോ? ഒഴിക്കടി, ഒഴിക്ക്. ദിവസം മുഴുവൻ പറമ്പിലും പശുവിന്റെയും പിന്നാലെയൊക്കെ നടന്ന് ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ കാശോ ഇല്ല. എന്നിട്ട് ഇവനൊക്കെ വായിലിരിക്കുന്നതും കൂടെ കേൾക്കണം. നിങ്ങളൊക്കെ വലിയ കർഷക സംഘത്തിന്റെ നേതാവാണെന്നല്ലേ പറയുന്നേ. ഞങ്ങളെ പോലുള്ള പാവങ്ങൾ എങ്ങനെ ജീവിക്കുന്നു നിങ്ങൾക്കറിയോ? ഈ സ്വഭാവമാണത്രേ. തിരിച്ചടങ്ങിയിട്ടുണ്ട്, നിവൃത്തിയാ മതി. പള്ളിമുറ്റത്തെ മാർഗം കളിക്കുന്ന പെൺകുട്ടികളുടെ കൂട്ടത്തിലാണ് ആനിയെ ഞാൻ ആദ്യമായി കാണുന്നത്. അതിനുശേഷം കർഷക സംഘം ഒരു തീരുമാനമെടുത്തു. വിളകൾ കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച് അതിൻ്റെ വില നൽകുക. ആനി 1300. കാശ് മേടിച്ചു പോ. അതിനോട് അതിർത്തി തർക്കമൊന്നുമില്ലല്ലോ. ഇന്ത്യൻ പട്ടാളം എന്തിനാ കേരളത്തിൽ വരുന്നത്? സഖാവേ, ഇന്ത്യൻ പട്ടാളം അല്ലേ? പട്ടാളം അതിന് നമ്മുടെ ചൈനക്കാരൊന്നും അറിയാൻ പാടില്ല. അലക്സ്? അതെ, ഐ ആം വർഗീസ്, എഞ്ചിനീയർ റെജിമെന്റ് ഫ്രം മദ്രാസ്. പാലം കെട്ടാൻ വന്നതാ. ഇവിടെയല്ല, ആരക്കുഴയിലെ ബെയിലി പാലം. പേപ്പർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഉരുളുവെട്ടലിൽ ഒലിച്ചു പോയതാ. റൈറ്റ്. എന്നാ ഇവിടെ? പറഞ്ഞില്ലേ, പ്രപ്പോസലുമായിട്ട് വന്നതാ. ഞാൻ വിചാരിച്ചു യുദ്ധത്തിന് വന്നായിരിക്കും. യുദ്ധം തുടങ്ങിക്കോളൂ. എനിക്ക് മനസ്സിലായി, വാറപ്പനല്ലേ? അതെ. ഞാൻ അബ്ദുക്കയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടിരിക്കാം. ശരി, 2 മിനിറ്റ്. ഒട്ടും സമയമില്ല, നാളെ തന്നെ മടങ്ങണം. അതിനു മുമ്പ് ഒരു തീരുമാനം അറിഞ്ഞിട്ട് പോകാലോ എന്ന് കരുതി വന്നതാ. താങ്ക് യു. കത്രീനെ ഞാൻ കഴിഞ്ഞ കൊല്ലം കുറിഞ്ഞിപ്പുഴ പള്ളിയിൽ പെരുന്നാളിന് കണ്ടായിരുന്നു. എനിക്കിഷ്ടമായി. ഇനി കൊച്ചിനെ ഇഷ്ടമായാലും വിളിച്ചു പറഞ്ഞേച്ചാ മതി. അബ്ദുക്കയുടെ കയ്യിൽ എൻ്റെ നമ്പറുണ്ട്. കത്രീനേ, ഒരു 5-6 ചായ എടുക്ക. അയ്യോ, ചായ കുടിക്കാനൊന്നുള്ള സമയമില്ല. അങ്ങനെ പോയാലോ? പെണ്ണിന് ചെറുക്കനെ ഒന്ന് കാണണ്ടായോ?
നല്ല വിളവാ, വിലയുണ്ട്. ഇത്തവണ നിന്നെ കെട്ടിക്കാനുള്ള കാശ് തന്നെ അതിൽ നിന്നുണ്ടാക്കും. ഞാൻ കെട്ടത്തൊന്നുമില്ല. എനിക്ക് എന്നെ ഇച്ചായന്റെ കൂടെ തന്നെ നിന്നേച്ചാ മതി. പിന്നെ നീ എന്നെ കെട്ടാമങ്കയായിട്ട് നിൽക്കാൻ പോണോ മൂക്കിപ്പല്ല വരുന്നവരെ? എന്നാ അത് ഇച്ചായം കെട്ട്, എന്നിട്ടാട്ടെ. പിന്നെ പാർട്ടിയും കൂടിയൊക്കെ ഉണ്ട് നടക്കുന്നത് എനിക്കറിവുന്നവരാണ്. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. കള്ളച്ചിരി. ആനിക്കുട്ടിയുടെ കാര്യമൊക്കെ എനിക്ക് അറിയാം കേട്ടോ. ഏതാ ആനിക്കുട്ടി? ഓ, ഇപ്പൊ ആനിക്കുട്ടി അറിയത്തില്ല. കളിയും ചിരിയൊക്കെ ഞാൻ കാണുന്നതല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ചായ വെച്ച് താമസിപ്പിക്കുന്നത്? ചെന്ന് കെട്ടിക്കൊണ്ട് വന്നേ. അതിനവർ ആങ്ങളമാരെ സമ്മതിക്കണ്ടേടി. അവരുടെ പുന്നാര പെങ്ങളാ. ആനിക്കുട്ടി ഒരു വാക്ക് പറഞ്ഞ പിറ്റേന്ന് തന്നെ കെട്ടിച്ചു തരും. അതൊന്നും വേണ്ട, ഇനി നിന്റെ കാര്യം കഴിഞ്ഞിട്ട് മതി അച്ഛൻ്റെ കാര്യം. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നാളെ തന്നെ വർക്കിച്ചായനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞോണം. എന്നിട്ട് ഇങ്ങോട്ട് വന്നേച്ചാ മതി. അലക്സേ, എങ്ങനെ ഉണ്ടാവേ? ജോറായിട്ടുണ്ട്. അപ്പയും പോത്തിറച്ചിയും ജോർ ജോർ. ആന വെച്ചാണോ? ഓക്കെ, അമ്മച്ചിയുടെ കൈപുണ്യ. ആണോ? എന്നാ പിന്നെ അവൾ അലക്സ് കെട്ടിക്കോട്ടറാവേ. നമുക്കെന്നും കപ്പയും പോത്തിറച്ചി തിന്നാലോ. അത് അലക്സ് പറയട്ടെ. എനിക്കിഷ്ടമാണോ? എനിക്കിഷ്ടമാ. വേണ്ട, എനിക്കിഷ്ടല്ല. എടി കൊച്ചാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഞാനും കാര്യമായിട്ട് പറഞ്ഞത്. അവളത് ചുമ്മാ പറഞ്ഞാന്നേ, നീ അത് കഴിക്കടാവേ. കല്യാണക്കാരാണോ ചുമ്മാ പറയുന്നത്? ഇക്കൊല്ലത്ത് നമ്മുടെ സംഘത്തിന്റെ ലാഭം 2,13,814 രൂപ. 13,814 രൂപയാണ്. ഈ കാശ് നമ്മുടെ പണിയാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഓഫീസ് കെട്ടിടത്തിന്റെ തറക്കല്ലിടാനും തറ കെട്ടാനുമായിട്ട് ചെലവാക്കാനാണ് കമ്മിറ്റി തീരുമാനിച്ചത്. സഖാവേ, എന്താ എന്തേട്ടാ? നമ്മുടെ സംഘത്തിന്റെ ഫണ്ടിൽ നിന്ന് കുറച്ച് പൈസ തന്നെ സഹായിക്കണം. എൻ്റെ മോൻ്റെ കോളേജ് അഡ്മിഷൻ വേണ്ടിയിട്ടാ. 1,00,000 രൂപ മതി. ഈടായിട്ട് ഞാൻ എൻ്റെ പറമ്പിൻ്റെ ആധാരം തരാം. അത് ചന്ദ്രേട്ടാ, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സംഘത്തിൽ നിന്ന് പണം എടുക്കാൻ പാടില്ലെന്നാണ് നിയമം. ഇന്ത്യയൊക്കെ മറ്റോടത്തെ നിയമം. പിന്നെ എന്തിനാ ഈ സംഘവും കോപ്പൊക്കെ താ കൂളെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചന്ദ്രേട്ടാ ഇരിക്കട്ടാ. ഇരിക്കാൻ ഞാൻ വരെ ഇരിക്കാൻ. മനുഷ്യനൊരു ആവശ്യം. ഏയ്, അവൻ അങ്ങനെയൊക്കെ പറയും. സംഘത്തിലെ കാശ് വേറെ ഒന്നിനും തൊടാൻ പാടില്ല. അമ്മച്ചി എന്താണ് അവന്? അമ്മച്ചി, ഞാനിവിടെ ഉണ്ട്. വെള്ളം, ജലം, നീര്. ഇതന്നെ കവലയെ വെച്ച് മാനേജറെ കണ്ടിരുന്നു. ഇനി അവധി തരാൻ കഴിയില്ലെന്നാ പറയുന്നത്. ചായ വേണോ? അമ്മച്ചി, വീടിന്റെ പര്യായം എന്തുവാ? വീട് വേണ്ടേ, എന്നിട്ടല്ലേ പര്യായം? കർഷക സംഘത്തിന്റെ കാശിരിപ്പുണ്ടെന്നല്ലേ പറഞ്ഞത്? അതിന് തൽക്കാലത്തേക്ക് വല്ലതും. അതൊന്നും എടുത്ത് മറിക്കാൻ ഒക്കത്തില്ല. അതിനൊന്നും നിയമമില്ല. എനിക്ക് വേണ്ടി നിയമം മാറ്റാൻ പറ്റുമോ? പാർട്ടിക്ക് മാത്രമല്ല, വീടാകുമ്പോൾ ഇവിടെയും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഇനി ഈ വീട്ടിൽ വിൽക്കാനായിട്ട് ആ കിടക്കുന്ന വണ്ടി മാത്രമാണ്. അത് വിറ്റ ഇരുമ്പ് വില പോലും കിട്ടില്ല. നീ ഒന്ന് സമാധാനപ്പെടേണ്ട ആനി. എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എന്ത് വഴി? ഒന്നും രണ്ടൊന്നും അല്ല, ലക്ഷങ്ങളാ. ഇത് കൊണ്ടേ പണയം വെച്ച് ഒരു 50,000 രൂപ മേടിച്ച് ബാങ്കിലടയ്ക്കും. എന്നിട്ട് 1 മാസം സാവകാശം കൂടെ തരാൻ പറ. വിഷമിക്കണ്ട. ഇനിയെങ്കിലും അളിയനെയും പെങ്ങളെയും മാത്രം നന്നാക്കാതെ ഇച്ചാനും കൂടെ നന്നാവാൻ നോക്ക്. ഹലോ, ആ എന്നാ സാറേ, എന്നാ കാര്യം? ആ, 50,000 ഉണ്ടല്ലോ. ഫോറസ്റ്റ് ഓഫീസിലോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നാ കാര്യം? എന്നാന്നറിയാൻ മേല.
എന്നാ സാറേ എന്നാ കാര്യം? എടോ സാർ കൊണ്ടുപോവാ. എന്റെ ഈശോയെ, എന്നതാ വെച്ചാൽ ഞാനീ കാണുന്നത്? എന്നാ പറ്റിയതാ? കരച്ചിലും പിഴിച്ചിലൊക്കെ അവിടെ ആക്കട്ടെ. അളിയനും പെങ്ങളും കൂടി എന്താ ചെയ്തതെന്ന് അറിയാവോ? നിർത്തടാ. എങ്ങോട്ടാ? അടിവാരത്തേക്ക് പോകുന്ന വഴി കല്യാണത്തിന് വരുന്നു ഫാമിലി ആയിട്ട്. എന്താ സാർ? കുറച്ച് ദിവസമായല്ലോ ഇവിടെ കിടന്ന് കറങ്ങുന്നു. ഞാനോ? ഇല്ല സാർ. എന്താ അത്? എന്തായി കെട്ടില്? തുറന്ന് കാണിച്ചു കൊടുക്ക്. വന്നേ. 1.5 കിലോ കഞ്ചാവ്, 3 കിലോ മ്ലാവർച്ച്. എന്താ വകുപ്പ് എന്ന് വല്ല പിടിയുണ്ടോ? ആനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് സെക്ഷൻ 51 ഷെഡ്യൂൾ 3 7 കൊല്ലം അകത്താവും. 1.5 കിലോ സെക്ഷൻ 20B1 10 കൊല്ലം. ഫാമിലി പാക്കേജാ. ടോട്ടൽ 17. കുടുംബസമേതം പോയി കിടക്കാം. എനിക്കൊന്നും അറിയത്തില്ല അച്ചായ. ഞാൻ ഇങ്ങനെ കൂട്ടുകാരന്റെ കല്യാണം കൂടാൻ പോയതാ മാട്ടുകട്ടയില്. എന്റെ പൊന്നു സാറേ, ആ പാവങ്ങളെ വെറുതെ വിട്ടേക്ക്. ഈ പരനാറി എന്നെ വേണേലും ചെയ്തു. നീ എന്നടാ നോക്കണേ? വിടാൻ വേണ്ടി എന്നെ വിളിപ്പിച്ചേ. എല്ലാരും വിട്ടേക്കാം. വലിയ ഉപകാരം. പക്ഷെ കുറച്ച് ചെലവുണ്ട്. ഓ, ഒരു 5 ലക്ഷം. ഇത് ഞങ്ങൾ കത്തിക്കും. നിങ്ങൾ ഇതുകൊണ്ട് കറിയും വെക്കും. എന്തു പറയുന്നു? അയ്യോ സാറേ, ചതിക്കരുത്. എന്റെ പെങ്ങളും കൊച്ചും വഴിയാധാരമായി പോവും. ഞാൻ വേണേ സാറിനെ കാല് പിടിക്കും. കാശ് തന്നിട്ട് വേണം കാലൊക്കെ പിടിച്ചോ. ഇല്ലടോ. സാറേ, 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞാ എവിടെ നിന്ന് എടുത്ത് തരാനാ സാറേ? എന്നെങ്കിലും ഒന്ന് കുറയ്ക്കും. അബ്ദൊക്കെ എന്നതായി പറയുന്നേ? ഞാനിത് എവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ട് കൊടുക്കാനാ? നീ വേണ്ടേ? എന്നാ ഒരു കാര്യം ചെയ്യും. 2.5 അത് കുറയത്തില്ല. ഇനി ഈ കാര്യത്തിൽ ഒരു വർത്താനവും ഇല്ല. വേണ്ട, നീ വന്നേ. ഇങ്ങ് വാ. നീങ്ങ് വാ. എടാ, സംഘത്തിലെ കാശിരിപ്പില്ലേ, അതും ഇപ്പൊ പണയം വെച്ച് കിട്ടിയ കാശും കൂടെ എടുത്ത് നീ അയാൾക്ക് കൊണ്ടേ കൊടു. അല്ലെങ്കിൽ ഇത് പുലിവാലാവും. സംഗതി വേറെ കേസാ. നീ അത് കേൾക്ക്. ഇങ്ങതാ വാ. പറ്റിപ്പോയി. എന്നാ സാറേ, പറഞ്ഞത് മുഴുവനും ഉണ്ട്. എന്നാ ചെന്നാട്ടെ. വാ. ആ, ഇതുകൂടി വെച്ചോ. നല്ല പച്ചക്കുരുമുളക് കൂട്ടി വരട്ടി അങ്ങ് എടുത്തോ. നീ എന്റെ കുടുംബം കുളം തോണ്ടി അടങ്ങത്തുള്ളൂ അല്ലേ? ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ പാടത്തും പറമ്പത്തും പണിയെടുത്തുണ്ടാക്കിയ കാശാ ഞാൻ എണ്ണി കൊടുത്തത്. അത് ഇതുങ്ങളെ ഓർത്തിട്ടാ. നീയൊന്നും പണം പിടിക്കത്തില്ലടാ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വന്നേക്കുന്നു. എന്താടാ കമ്മ്യൂണിസ്റ്റുകാരുടെ കുഴപ്പം? അത്ര വലിയ ആദർശവാനാണെങ്കിൽ ഇച്ചായനെന്തിനാ ഇവിടെ കൈക്കൂലി കൊടുത്തത്? നീ ഇങ്ങോട്ട് വാ. അവനുള്ളത് പടച്ചോൻ കൊടുത്തോണ്ട് വർത്താനം കേട്ടു. നീ ഇങ്ങോട്ട് വാ. മനുഷ്യനോട്ട് നടക്കാനാണ്. മോൾ കയറി. എന്താടാ പറഞ്ഞ പന്നിയുടെ എന്താടാ പറഞ്ഞ നിന്റെ മറ്റോടെ നിയമത്തെ കുറിച്ച് പാർട്ടി ഓഫീസിൽ കയറി അലമണ്ടാക്കരുത്. പാർട്ടി ഓഫീസ് നിന്റെ തറവാടാടാ. എന്റെ മോൻ ലോൺ ചോദിച്ചപ്പോ അവനെന്താടാ പറഞ്ഞേ? വണ്ടി എടുത്തടാ. എന്റെ മോനെ കോളേജ് ചെറുക്കത്തിന് കാശ് വെച്ചപ്പോ നീ എന്താ പറഞ്ഞേ? ഇവിടെ നിയമമിൽ നിന്ന് ഇപ്പൊ തന്റെ അളിയൻ കഞ്ചാവ് അടിച്ച് അകത്ത് പോയപ്പോ അവരിറക്കാൻ സംഘത്തിന് കാശിടല്ലോടാ. നോക്കണ്ട, നിന്റെ അളിയൻ തന്നെ ഒന്ന് എന്റെ അടുത്ത് വിവരം പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ നടക്കുന്ന സഖാക്കള്. അപ്പൊ എടുത്തോണ്ട് പോടാ.
നീ ഇറങ്ങുന്നില്ലേ? ഇല്ല. അലക്സേ